കമ്മീഷണർ. മൈ ഗുഡ്നസ്. മധു, ആയുഷ് സാർ, എനിക്ക് ഉറപ്പാണ് ഇത് മനഃപൂർവ്വം ഒരു വർഗീയതയിലേക്കുള്ള പുറപ്പെടാൻ സാർ. എന്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. ഇപ്പോ മധു എവിടുന്നാ വിളിക്കുന്നത്? ഓക്കെ, ഡേവിഡ്സ് റോഡ്, പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ? ഡോൺ പാനിക്. ഞാൻ ഇപ്പൊ തന്നെ ജീപ്പ് വിടാം. അതുവരെ ആരുടെയും കണ്ണിൽ പെടരുത്. ജസ്റ്റ് വെയിറ്റ് ദെയർ ആൻഡ് ടേക്ക് കെയർ. പിന്നെ വേറെ ആരെയും വിളിക്കാൻ ശ്രമിക്കരുത്. ഹലോ, ഇത് ഏട്ടനാ മോളെ. ഏട്ടൻ ഇത്തിരി വൈകും, അത് പറയാനാ വിളിച്ചത്. എന്തു പറ്റി? ഏട്ടൻ എന്താ വല്ലാണ്ട് കിതക്കുന്നുണ്ടല്ലോ? അല്ലല്ല, എനിക്ക് തോന്നണമൊന്നുമല്ല. ഏട്ടൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഏട്ടൻ എവിടുന്നാ ഇപ്പൊ വിളിക്കണേ? ഏട്ടൻ ടൗണിൽ ഒരു ബൂത്തുന്നാ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? അമ്മ പേടിക്കണ്ട, ഏട്ടൻ അങ്ങ് എത്തും. അച്ഛന് മരുന്ന് കൊടുത്തു നീ? ആരാ മോളെ? അവനാണോ? ഈ കാറ്റും പഴയൊക്കെ ആയിട്ട് എവിടെയാ ഈ നടക്കണെന്ന് ചോദിക്കേ. അച്ഛൻ ഇപ്പൊ എന്തിനാ എഴുന്നേറ്റ് വന്നേ? ഒന്ന് പോയി കിടക്കണ്ടോ? ഹലോ ഹലോ, എന്താ കുട്ടി പറ്റിയേ? ഓ, ഒന്നുമില്ല, ലൈൻ കട്ടായിന്നാ തോന്നണേ. ഹലോ ഹലോ, മിസ്റ്റർ മധു. നിങ്ങൾ കമ്മീഷണർ പറഞ്ഞിട്ട്? അതെ അതെ, വാ കേറ്. താങ്ക്സ് എ ലോട്ട്. വെൽക്കം. വെൽക്കം മൈ ബോയ്.
ഗെറ്റ് മീ പ്രസാദ്. പത്രക്കാരാകെ ചൂടാണ്. ഇത് മഹാ ചമ്മാടിത്തരമാണ്. ഞങ്ങളെ ഇല്ല. വിടില്ലെന്ന് പറഞ്ഞാൽ പ്രസിനെ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വിടാൻ പാടില്ല. No. വിട്ടിട്ട് വേണം നിങ്ങളെ ആരെങ്കിലും എടുത്തിട്ട് പൊതുക്കിയെന്നും പറഞ്ഞ് സകലവന് നാളെ എഡിറ്റോറിൽ എഴുതാൻ. ഇതിപ്പോ തടഞ്ഞു എന്നല്ലേ പരാതി വരും. അത് ഞാൻ ഫേസ് ചെയ്തോളാം. നോക്കി നിൽക്കാം. ഇതുങ്ങളെ ഇവിടെ പിടിച്ച് മാറ്റണോ? സർ, ഞാൻ അവിടെ അവരെ പറഞ്ഞു സ്റ്റോപ്പ് ഫോം ചെയ്യൂ. Come on, let's sort this out. സർ, ഇതാണ് സ്ട്രീറ്റിന്റെ സൗത്ത് എൻട്രൻസ്. അതായത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ. ഗുഡ്. ഇത് നോർത്ത് എൻട്രൻസ്. ഇതും ഈ 4 ഇട റോഡുകളും ലഹളക്കാര് ആൾറെഡി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് we will have to discuss some other action plan. സർ, ഇനിയും നിങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ തെരുവ് മുഴുവൻ അവർ കത്തിക്കും. പിന്നെ എന്ത് വേണമെന്നാടോ? ബഹളം തുടങ്ങി ഇത്രാമത്തെ മിനിറ്റിൽ തോക്കെടുത്ത് വെടിവെച്ചോളാം താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? തോക്കെടുക്കില്ല എന്ന് താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. ഇനി എന്ത് കോപ്പ് ഹാൻഡിൽ ചെയ്യുന്ന? Shut up, you. ഇയാളെ കൊയിലാണ്ടിന് ഇത്ര വേഗം എങ്ങനെ കെട്ടിയെടുത്തടോ? Tell me, what's being done? എല്ലാം നിയന്ത്രണാധീനം. എങ്ങനെ ഇരുന്നു കളക്ടറുടെ കൊയിലാണ്ടി പ്രോഗ്രാം? No time for small talks, Shankar. Come on, brief me. സർ, ഇത് MP അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഒരു കമ്പനി റൈഫിൾ പോലീസിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെതാ ഇവിടെയാണ് ഒരു വലിയ ടെൻഷൻ. MP അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസ്. വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. അറിയാലോ, അവിടേക്ക് ഒരു 3 വാൻ പോലീസ് മൂവ് ചെയ്തിട്ടുണ്ട് സാർ. ഭഗവാനെ, എന്തെങ്കിലും സംഭവിച്ചു പോയാ ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. MP അദ്ദേഹത്തിന്റെ ഫാദറിലോ ഒക്കെ ഈ ബഹളത്തിനിടയ്ക്ക് ഞങ്ങൾ മാനേജ് ചെയ്താ. Bring them back. Bring them back. ഈ 2 ട്രൂപ്സിനെയും ഉടനെ തിരിച്ചു വിളിക്കണമെന്ന്. What do you mean? What I said. And why the damned into your sort of firearms? Look, Mr. Collector, ലാത്തി വീശണോ വെടിവെക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. And don't try to impose. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് എനിക്കറിയാം. Like hell you know. ഒരു തെരുവ് മുഴുവൻ നിന്ന് കത്തിച്ചാമ്പലാവുമ്പോ MP-യുടെ കൊട്ടാരത്തിന് റൈഫിൾ പോലീസിന്റെ കാവൽ, അന്തപുരത്തിൽ തിരുവയറൊഴിഞ്ഞു കിടക്കുന്ന അയാളുടെ പട്ടമഹിഷിക്ക് ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ, അതും പോരാൻ അയാളുടെ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന അമ്മായിപ്പന്റെ നെഞ്ചത്ത് സ്റ്റേറ്റ് പോലീസിന്റെ സെറമോണിയൽ പരേഡ്. ഇറ്റ്സ് ഷെയിം ഓൺ യു മിസ്റ്റർ. വാ പൊളിച്ച് നോക്കി നിൽക്കാതെ തിരിച്ചു വിളിക്കാൻ മെസ്സേജ് കൊടുക്കണോ ഇഡിയറ്റ്? സർ, ഓഫീസർ, സർ, you look as if you have gone through it. Sir, now come on, take charge. Sir. Come on, advance. Mr. Joseph. Now get the hell out of my way. Come on.